Hi students, welcome back. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ 5 ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ന് നമുക്ക് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് 6ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ ചെയ്തു നോക്കാം. ഓക്കെ. Coulomb's law is a quantitative statement about the force between the two point charges. Coulomb's law തരുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. നമ്മൾ Coulomb's law എന്താണെന്നുള്ളത് മാത്രമേ അവർ ചോദിച്ചിട്ടുള്ളൂ. ഫോഴ്സ് ബിറ്റ്വീൻ ദ ടു പോയിന്റ് ചാർജസ്, രണ്ട് ചാർജസിന് ഇടയിലുള്ള ഫോഴ്സിനെ കുറിച്ചാണ് Coulomb's law ഡീൽ ചെയ്യുന്നത്. ഓക്കെ. റൈറ്റ് ദ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ ദ എബോവ് ലോ. ആ ലോയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എഴുതുക. ടു അയോൺസ് ക്യാരിയിങ് ഈക്വൽ ചാർജസ് റിപ്പൽസ് വിത്ത് എ ഫോഴ്സ് ഓഫ് 1.48 into 10⁻⁻8 ന്യൂട്ടൺ. ഫോഴ്സ് തന്നിട്ടുണ്ട്. രണ്ട് അയോൺസ് ഉണ്ട്. രണ്ട് അയോൺസ്, 2 അയോൺസ് ക്യാരിയിങ് ഈക്വൽ ചാർജസ്. രണ്ട് അയോൺസിന്റെയും ചാർജ് എങ്ങനെയാണ്? ഈക്വൽ ആണ്. ദേ റിപ്പൽ ഈച്ച് അതർ വിത്ത് എ ഫോഴ്സ് ഓഫ് 1.48 into 10⁻⁻8 ന്യൂട്ടൺ. റിപ്പൽ ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടിന്റെയും ചാർജ് ഒരേപോലെ തന്നെയാണ്. ആ ഫോഴ്സ്, ആ റിപ്പൾസീവ് ഫോഴ്സ് തന്നിട്ടുണ്ട്. When they are separated by a distance of 5 into 10⁻10 meter, how many electrons have been removed from it? എത്ര ഇലക്ട്രോൺസ് ആണ് അതിൽ നിന്ന് റിമൂവ് ചെയ്തിരിക്കുന്നത്? റിമൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം, റിമൂവ് ചെയ്യുമ്പോൾ ആ ബോഡിക്ക് ഏത് ചാർജാ കിട്ടുക? പോസിറ്റീവ് ചാർജ് ആണ് കിട്ടുക. അപ്പൊ രണ്ട് അയോൺസും പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസ് ആണ്. അയോൺസിനിടയിലുള്ള ഫോഴ്സ് തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്ന എത്ര ഇലക്ട്രോൺസ് റിമൂവ് ചെയ്തു, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് റിമൂവ് ചെയ്തിരിക്കുന്നത് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ. ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതായിരുന്നു? Coulomb's lawയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. Coulomb's lawയുടെ ഇക്വേഷൻ എഴുതിയാൽ മതി. F is equal to 1/4πε0 into Q1 Q2 divided by R square. ഓക്കെ. അപ്പൊ Coulomb's lawയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എഴുതാൻ പറഞ്ഞു, നമ്മൾ അത് എഴുതി. ഓക്കെ. അടുത്ത തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ട് ചാർജിനിടയിൽ, രണ്ട് അയോൺസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ രണ്ട് അയോൺസിനും ഇടയിലുള്ള ഫോഴ്സ് തന്നിട്ടുണ്ട്. ആ ഫോഴ്സ് എന്ന് പറയുന്നത് 1.46 into 10⁻⁻8 എന്ന് പറയുന്ന ഫോഴ്സ് ആയിരുന്നു. ആണല്ലോ. ഈക്വൽ ടു 1/4πε0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 9 into 10⁻9. അതിൽ തന്നിട്ടുണ്ട്. അപ്പൊ രണ്ട് അയോൺസിനിടയിലുള്ള ഫോഴ്സ് ഉണ്ട്. 1/4πε0യുടെ വാല്യൂ നമുക്ക് അറിയാവുന്നതാണ്. രണ്ട് അയോൺസും എങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഈക്വൽ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. രണ്ട് ഈക്വൽ ആയിട്ടുള്ള അയോൺസ് ആണ്, ഈക്വൽ ചാർജ് ആണ്. അപ്പൊ നമുക്ക് അതിനെ Q² എടുക്കാം. ഡിവൈഡഡ് ബൈ എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. 5 into 10⁻⁻10 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 5 into 10⁻⁻10 the whole square അല്ലെ. അപ്പൊ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ആകെ ചാർജ് മാത്രമേ നമുക്ക് അറിയാത്തുള്ളൂ. ഓക്കെ. അപ്പൊ Q² ഒന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ Q² ഈക്വൽ ടു, ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. Q² is equal to ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് ഇപ്പുറം വരുമ്പോ മൾട്ടിപ്ലിക്കേഷൻ ആവും. 1.46 into 10⁻⁻8 into 5 into 10⁻⁻10 the whole square divided by 9 into 10⁻9. ഓക്കെ. ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. Q² is equal to 1.46 into 10⁻⁻8 into 25 അല്ലെ. 5² is equal to 25. 25 into 10⁻⁻20 divided by 9 into 10⁻9. ഓക്കെ. അപ്പൊ Q²ന്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന 0.411 into 10⁻⁻36 അത്രയും എന്തായിരിക്കും? Coulomb's square ആണ്. അപ്പൊ Q² ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ Q കിട്ടാൻ എന്ത് ചെയ്യുക? ചാർജ് Q is equal to root of അല്ലെ, root of 0.411 into 10⁻⁻36. ഓക്കെ. റൂട്ട് സ്ക്വയർ റൂട്ട് എടുക്കുക. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോ 0.411
എത്ര വരാം? 641 into 10 raised to minus എത്ര വരും? 18 അല്ലെ? റൂട്ട് ഓഫ് 36 എന്ന് പറയുന്നത് -18, 10 raised to -18 വരും. അത്രയും ചാർജ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. പക്ഷെ നമ്മളോട് ചാർജ് ആണോ ചോദിച്ചിരിക്കുന്നത്? എത്ര നമ്പർ അല്ലെ, എത്ര ഇലക്ട്രോൺസിന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? അക്കോർഡിംഗ് ടു ക്വാണ്ടൈസേഷൻ Q is equal to N into E. അപ്പൊ N എത്രയായിട്ട് വരും? N is equal to Q divided by E. ചാർജ് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.641 into 10 raised to -18 divided by 1.6 into 10 raised to -19 അല്ലെ? 0.641 into 10 raised to -18. Basic unit of charge in the value 1.6 into 10 raised to -19. അപ്പൊ 10 raised to -18 -19 ലേക്ക് എടുത്തു. 10 raised to -1 വന്നു. മേളിലേക്ക് വരുമ്പോ 10 raised to +1 ആണ് അല്ലെ? അപ്പൊ അവിടെ മേളില് 10 വന്നു. അപ്പൊ 0.641 into 10 എന്ന് വരും. 10 raised to -1 മേളിലേക്ക് വരുമ്പോ 10 raised to +1. അപ്പൊ അത് 10 ആണ്. ഡിവൈഡഡ് ബൈ എത്ര വരും? 1.6. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് നമുക്ക് എത്ര വാല്യൂ എഴുതാം? ഇറ്റ്സ് ഈക്വൽ ടു 6.4 ഡിവൈഡഡ് ബൈ 1.6. ഓക്കെ, അപ്പൊ എത്രയായിട്ട് വരും? 4. 1.6 into 4 ആയിട്ടല്ലേ വരിക? 6.4 ആയിട്ട് വരിക. അപ്പൊ എത്ര ആണ്? 4 ആണ്. അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ആ അയോൺസ് എത്ര ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്ത് നിൽക്കുകയാണ്? 4 ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ നമുക്ക് കൂളംസ് ലോ ആണ്. കൂളംസ് ലോനെ ബേസ് ചെയ്തിട്ട് Q കണ്ടുപിടിക്കുക, ക്വാണ്ടൈസേഷൻ റൂൾ അനുസരിച്ച് N കണ്ടുപിടിക്കുക. ഓക്കെ, Q കിട്ടിക്കഴിഞ്ഞാൽ N കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പൊ അതൊന്ന് അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് അത് കിട്ടുക എന്നുള്ളത്. ഓക്കെ, second question. A closed surface encloses an electric dipole. What is the net flux through the surface? What is the net flux through the surface? Okay, അപ്പൊ ഒരു ക്ലോസ്ഡ് സർഫസ് ഉണ്ട്. എങ്ങനെ വേണമെങ്കിലും ക്ലോസ്ഡ് സർഫസ് എടുക്കാം. അതിനകത്തൊരു ഡൈപോൾ ഉണ്ട് അല്ലെ? ഒരു ക്ലോസ്ഡ് സർഫസിനുള്ളിൽ ഒരു ഡൈപോൾ ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ +Q ഉണ്ട്, -Q ഉണ്ട് ചാർജ്. Okay, separated by a small distance 2L. What is the net flux through the surface? Net flux എത്രയായിരിക്കാം? ഈ ക്ലോസ്ഡ് സർഫസിനുള്ളിലെ നെറ്റ് ചാർജ് എത്രയാണ്? നെറ്റ് ചാർജ് is equal to എത്ര വരാം? നെറ്റ് ചാർജ് is equal to 0 അല്ലെ? +Q + -Q. നോക്കിയേ, +Q + -Q എത്ര വരും? നെറ്റ് ചാർജ് is equal to 0. അപ്പൊ നെറ്റ് ചാർജ് 0 ആണെങ്കിൽ ഫ്ലക്സ് എത്ര വരും? ഫ്ലക്സ് φ is equal to എത്രയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? ഫ്ലക്സ് φ is equal to Q/ε0 ആണ്. നെറ്റ് ചാർജ് 0 ആണെങ്കിൽ ഫ്ലക്സ് എത്ര തന്നെയായിരിക്കും? 0 ആയിട്ടാണ് വരിക. ഓക്കെ, അപ്പോ ഒരു ഡൈപോളോ 2 ഡൈപോളോ 3 ഡൈപോളോ എത്ര ഡൈപോള് വെച്ചാലും എന്ത് വരും? നെറ്റ് ചാർജ് എന്തായിട്ട് പോവും? 0 ആയി പോവും. അപ്പൊ അതുകൊണ്ട് ഫ്ലക്സ് എത്രയായിരിക്കും? ഫ്ലക്സ് is equal to 0. Write the physical quantity having SI unit coulometer. സെന്റിമീറ്റർ എന്ന് വായിക്കരുത്, അത് കൂളോം, ക്യാപിറ്റൽ C ആണ്. കൂളോമീറ്റർ ഉള്ള ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്? ഓക്കെ, കൂളോമീറ്റർ യൂണിറ്റ് ആയിട്ട് വരുന്നത് കൂളോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ചാർജിന്റെ യൂണിറ്റ് ആണ്. മീറ്റർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ്, ലെങ്ത് ആണ്. നമുക്ക് ഇവിടെ 2L എന്ന് എടുക്കാം. അപ്പൊ നമ്മൾ പഠിച്ചിരിക്കുന്ന Q into 2L. അപ്പൊ അത് ഏതാ വരിക? ചാർജ് ഇൻറ്റു സെപ്പറേറ്റ് രണ്ട് ചാർജസിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള സർട്ടൻ ഡിസ്റ്റൻസ്. അത് ഏതായിരുന്നു? ഡൈപോൾ അല്ലെ? അപ്പൊ ഡൈപോൾ മൊമെന്റ് ആണ്. ഡൈപോൾ മൊമെന്റ് P is equal to Q into 2L എന്നാണ് പഠിച്ചിരിക്കുന്നത്. അപ്പൊ കൂളോമീറ്റർ ആരുടെയാണ്? ഡൈപോൾ മൊമെന്റിന്റെ ആണ്. ഇതൊക്കെ നമ്മൾ ആദ്യ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ കൂളോമീറ്റർ ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് ആണ്. ഓക്കെ, 8th question. Two spherical surface encloses charge as shown in figure. അല്ലെ, 2 സ്പെറിക്കൽ സർഫസ് ഇവിടെ തന്നിട്ടുണ്ട്. രണ്ടിന്റെയും ആദ്യത്തെ ചെറിയ സ്ഫിയറിന്റെ ചാർജ് Q ആണെന്നും രണ്ടാമത്തെ വലിയ സ്ഫിയറിന്റെ ഉള്ളില് 2Q ചാർജും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, ഇവിടെ 2q ചാർജും പ്ലേസ് ചെയ്തിട്ടുണ്ട്. വലിയ സ്ഫിയറിന്റെ റേഡിയസ് 6 ആണെന്ന് കാണിച്ചിട്ടുണ്ട്. Derive the expression for the electric field intensity at any point on the surface of S2. ഈ S2ന്റെ അല്ലെ ഔട്ടർ സ്ഫിയറിന്റെ സർഫസിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, വാട്ട്സ് ദ റേഷ്യോ ഓഫ് ഫ്ലക്സ് ത്രൂ S1 ആൻഡ് S2? S1 കൂടെ പോകുന്ന ഫ്ലക്സും S2 പോകുന്ന ഫ്ലക്സിന്റെയും റേഷ്യോ എത്രയാണ്? അപ്പൊ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ആദ്യം ചെയ്യേണ്ടത് ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഓൺ ദ സർഫസ് ഓഫ് S2. S2ന്റെ സർഫസിലെ എന്തുവരും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫ്ലക്സിന്റെ റേഷ്യോ എത്രയാണ്? രണ്ടിലൂടെ ആദ്യത്തെ സ്ഫിയറിലൂടെയും രണ്ടാമത്തെ സ്ഫെറിക്കൽ സർഫസിലൂടെയും പാസ് ചെയ്യുന്ന ഫ്ലക്സിന്റെ റേഷ്യോ എത്രയാണ്? അപ്പൊ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഗോസസ് തിയറം വേണം. എന്തായിരുന്നു ഗോസസ് തിയറം? Closed surface integral of E dot dA is equal to Q divided by അല്ലെ net charge divided by epsilon 0. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ആദ്യം ഇനി നമുക്ക് അറിയേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണെന്നുള്ളതാണ്. ഇപ്പൊ നമുക്കൊരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ അല്ലെ S2ന്റെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ S2ൽ ഒരു ഏരിയ എടുത്തു. S2ൽ ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഏരിയ ഇങ്ങോട്ടാണ് ഡയറക്ട് ചെയ്യുക. ഏരിയ വെക്ടർ ഈസ് ഡയറക്റ്റഡ് ഇൻ ദിസ് ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ട് തന്നെയായിരിക്കും? ഇലക്ട്രിക് ഫീൽഡും ഔട്ട്സൈഡിലേക്കാണ് അല്ലെ, സർഫസിൽ നിന്ന് നോർമൽ ആയിട്ടാണ്. അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പുറത്തേക്കാണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും അങ്ങനെ തന്നെയാണ്. അപ്പൊ തീറ്റ 0 ആണെങ്കിൽ ഈ എക്സ്പ്രഷൻ നമുക്കൊന്ന് എഴുതാം. ക്ലോസ്ഡ് സർഫസ് ഇന്റഗ്രൽ ഓഫ് ഇ ഡി എ കോസ് എത്രയായിട്ട് എഴുതാം? കോസ് തീറ്റ. തീറ്റ എന്ന് പറയുന്ന രണ്ടും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് cos 0 is equal to Q net divided by epsilon 0. ഓക്കെ, cos 0 1 ആണ്. ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ വാല്യൂവിനെ പുറത്തേക്ക് എടുക്കാം. അപ്പോ E ഇൻറ്റു ക്ലോസ്ഡ് സർഫസ് ഇന്റഗ്രൽ ഓഫ് ഡി എ ഇസ് ഈക്വൽ ടു എന്താ? നെറ്റ് ചാർജ്. ഈ S2 എന്ന് പറയുന്ന സ്ഫിയറിന് ഉള്ളിലുള്ള ചാർജ് ഏതൊക്കെയാണ് വരിക? Q ഉണ്ട്, 2Q ഉണ്ട്. രണ്ടും ഈ രണ്ടാമത്തെ സ്ഫിയറിന്റെ ഉള്ളിൽ വരുന്നതാണ്. അപ്പൊ നമുക്ക് നെറ്റ് ചാർജ് എത്ര വരും? 3Q ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഓക്കെ, അപ്പൊ ഈ ഇൻറ്റു വാട്ട് അബൌട്ട് ദ ഏരിയ ക്ലോസ്ഡ് സർഫസ് അല്ലെ, സ്പെറിക്കൽ സർഫസ് ആണ്. അപ്പൊ സ്പെറിക്കൽ സർഫസ് ആയതുകൊണ്ട് R റേഡിയസ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 4πr². ഏരിയ ഇസ് ഈക്വൽ ടു 4πr² ഇസ് ഈക്വൽ ടു 3Q ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. അപ്പോ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് എഴുതാലോ. ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു 1/4π വരും. 4π epsilon 0 into 3Q divided by r². ഓക്കെ, അപ്പോ ഗോസസ് തിയറം നമുക്ക് അറിയാമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡിറൈവ് ചെയ്ത് വെക്കാവുന്ന ഒരു എക്സ്പ്രഷൻ ആണ് ഇലക്ട്രിക് ഫീൽഡിന്റെ. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, ഇലക്ട്രിക് ഫീൽഡും ഏരിയയും തമ്മിൽ മേക്ക് ചെയ്യുന്ന ഡയറക്ഷൻ ഒന്ന് നോക്കുക. പിന്നെ എന്ത് ചെയ്യാൻ? നെറ്റ് ചാർജ് എത്രയാണെന്നുള്ളത് നോക്കുക. ഏരിയ നമുക്ക് അറിയാം 4πr² ആണ്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഇവിടുത്തെ റേഷ്യോ, ഫ്ലെക്സിന്റെ റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഫ്ലെക്സിന്റെ ഇക്വേഷൻ എഴുതി ഒന്ന് ചെയ്ത് നോക്കാം. ഫ്ലെക്സ് ഫൈ ഇസ് ഈക്വൽ ടു എന്ത് വരും? Q ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഓക്കെ, ഈ ഉള്ളിലുള്ള സ്ഫിയറിൽ നിന്ന് വരുന്ന സ്ഫെറിക്കൽ സർഫസിൽ നിന്ന് വരുന്ന ഫ്ലെക്സ് എത്രയാണ്? ഫ്ലെക്സ് ത്രൂ ഉള്ളിലുള്ള സ്ഫിയറിനെ നമുക്ക് S1 ആണല്ലോ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫ്ലെക്സ് ത്രൂ S1 എന്ന് പറഞ്ഞാൽ എത്രയാ? നെറ്റ് ചാർജ്. അതിന്റെ ഉള്ളിലുള്ള ചാർജ് എത്രയാ? S1ന്റെ ഉള്ളിലുള്ള ചാർജ് Q. അപ്പൊ Q ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഔട്ടർ സ്ഫിയറിലുള്ളത് നോക്കാം. അപ്പൊ ഫ്ലെക്സ് ത്രൂ S2ലൂടെ പാസ് ചെയ്യുന്ന ഫ്ലെക്സ് S2ന്റെ ഉള്ളിലാണ് ഏതൊക്കെ ചാർജ് വന്നിരിക്കുക? 2Qവും Qവും വന്നിരിക്കുന്നത്. അപ്പൊ മൊത്തം ചാർജ് എത്രയായിരിക്കും? 2Q plus Q is equal to 3Q divided by epsilon 0. ഓക്കെ, ഇനി നമുക്കൊന്ന് റേഷ്യോ എടുക്കാം. റേഷ്യോ എടുക്കുമ്പോ എന്ത് വരും?
ഫ്ലക്സ് ത്രൂ S1 divided by ഫ്ലക്സ് ത്രൂ S2 equal to Q ക്യാൻസൽ ആയി പോവും, എപ്സിലോൺ 0 ക്യാൻസൽ ആയി പോവും, ബാക്കി ഇവിടെ 1 ഉള്ളൂ. അപ്പൊ 1 divided by ഇവിടെ എത്ര വരും? 3. ഓക്കെ, അപ്പൊ വാട്ട് അബൌട്ട് ദ റേഷ്യോ? റേഷ്യോ is equal to 1:3. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന രണ്ട് പോയിന്റ്സ് ആണ് ഫ്ലെക്സിന്റെ കേസ്. ഫ്ലെക്സിന്റെ സ്പെറിക്കൽ സർഫസിന്റെ ഡെറിവേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ ഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പെറിക്കൽ സർഫസിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് കണ്ടോ? ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനും സ്പെറിക്കൽ സർഫസിനെ ബേസ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഇപ്പൊ ഗോസസ് തിയറത്തിന്റെ ആപ്ലിക്കേഷനിലെ സ്പെറിക്കൽ സർഫസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How many electrons constitute an electric charge of -16 microcoulomb? -16 മൈക്രോകൂളംബില് എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? ഹൗ മെനി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനില് -16 മൈക്രോകൂളംബില് എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ചാർജ് നമുക്ക് തന്നിട്ടുണ്ട്. ചാർജ് എത്രയാണ്? -16 മൈക്രോകൂളംബ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? Q is equal to N into E. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഈ ക്വാണ്ടൈസേഷൻ റൂള് മിക്കവാറും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ട്. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് N is equal to നമുക്ക് എങ്ങനെ എഴുതാം? Q divided by E. അപ്പൊ എത്ര വരാം? Q എന്ന് പറഞ്ഞാൽ 16 ആണ്. 16 മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁻6 ഡിവൈഡഡ് ബൈ E. എന്ന് പറഞ്ഞാൽ ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ് എത്രയാ? 1.6 into 10⁻⁻19. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എഴുതാം 16 into 10⁻⁻6 ഡിവൈഡഡ് ബൈ, ഇവിടെ നമ്മൾ 16 ആക്കുവാണെങ്കിൽ 16 into 10⁻⁻20 എന്ന് എഴുതാലോ അല്ലെ? ഓക്കെ, അപ്പൊ 16 ക്യാൻസൽ ആയി പോയി. 10⁻⁻6 10⁻20 ക്യാൻസൽ ചെയ്ത 10⁻⁻14. -14 മേളിലേക്ക് വന്നാൽ എത്ര വരും? 10⁻+14. അപ്പൊ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു 10⁻14. ഓക്കെ, ഹൗ മച്ച് ഗ്രേറ്റർ ഇൻ 1 മൈക്രോകൂളം കമ്പയർഡ് ടു ആൻ ഇലക്ട്രോണിക് ചാർജ്? ഓക്കെ, ഒരു ഇലക്ട്രോണിക് ചാർജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 1 മൈക്രോകൂളം എന്ന് പറയുന്നത് എത്ര ഗ്രേറ്റർ ആണ്? അപ്പോ സാധാരണ ഒരു ബേസിക് യൂണിറ്റ് ഓഫ് ചാർജിനേക്കാളും എത്ര കൂടുതലാണ് ആര്? 1 മൈക്രോകൂളം ചാർജ്. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന 1 മൈക്രോകൂളംബ് ബേസിക് യൂണിറ്റ് ഓഫ് ചാർജിനേക്കാൾ എത്ര കൂടുതലാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം. ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ് എന്ന് പറയുന്നത് എത്രയാണ്? 1.6 into 10⁻⁻19 ആണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ചാർജ് എത്രയാണ്? 1 മൈക്രോകൂളംബ് ആണ് അല്ലെ? അപ്പൊ 1 മൈക്രോകൂളംബ് ആണ് തന്നിരിക്കുന്നത്. ഈ എത്രയാണ്? 1.6 into 10⁻⁻19 ആണ്. അപ്പൊ നമ്പർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എത്ര കൂടുതലാണെന്ന് അറിയാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പൊ N is equal to എത്ര വരും? 1 Q divided by E. ഏതിൽ നിന്ന്? Q is equal to NE. ക്വാണ്ടൈസേഷൻ റൂൾ തന്നെയാണ്. അപ്പോ N is equal to Q by E. Q എത്രയാണ് തന്നിരിക്കുന്നത്? 1 മൈക്രോ. 1 into 10⁻⁻6 divided by E is equal to 1.6 into 10⁻⁻19. Okay, അപ്പൊ 1/16 into 10⁻⁻, അല്ലെ? -6 divided by 10⁻⁻20 വന്നു. 10⁻⁻14 വന്നു. അപ്പൊ എത്ര വരാം? 1/16 into 10⁻14 എന്ന് വന്നു അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം. 100 into 10⁻12 ഡിവൈഡഡ് ബൈ എത്ര വരാം? 16 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6 into 10⁻12 അപ്രോക്സിമേറ്റ്ലി ആണ് കിട്ടുക. അപ്രോക്സിമേറ്റ്ലി 6 into 10⁻12. കാൽക്കുലേറ്റർ വെച്ച് ചെയ്ത് നോക്കുക. 100 divided by 16 അപ്പൊ 6 point something കിട്ടും. എന്നാലും അപ്രോക്സിമേറ്റ്ലി 6 into 10⁻12 ആണ്. ഓക്കെ, അത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോ അത്രയും ടൈംസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഏത് കൂടുതൽ? 1 മൈക്രോകൂളംബ്
1.6 into 10 raised to minus 19 എന്ന് പറയുന്ന ബേസിക് യൂണിറ്റിനേക്കാളും എത്രയായിരിക്കും 6 into 10 raised to 12 ടൈംസ് എന്താണ് കൂടുതലാണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും, ആ ഓപ്ഷനിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതിയാൽ മതി. ഇതിന് വേണമെങ്കിൽ നമുക്ക് 0.6 into 10 raised to എത്രയും കൂടെ ആക്കാം 13 അല്ലെ, 0.6 into 10 raised to 13 എന്നും കൂടെ ആക്കാം. ഓക്കെ, അപ്പൊ ഓപ്ഷൻസ് നോക്കിയിട്ട് വേണം. ഇപ്പൊ 10 raised to 12, 6 into 10 raised to 12 ഇല്ല, അല്ലെങ്കിൽ 10 raised to 12 ഇല്ല എങ്കിൽ അപ്പൊ നമുക്ക് നോക്കേണ്ടത് 0.6 ഉണ്ടോ എന്നുള്ള, 0.6 into 10 raised to 13 ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുക. ഓക്കെ, a point charge of 2 microcoulomb is placed at the center of a cubic Gaussian surface of side 0.5 centimeter. What is the net flux through the surface? അപ്പൊ നമുക്കൊരു ക്യൂബ് തന്നിട്ടുണ്ട്. ആ ക്യൂബിന്റെ ഉള്ളില് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, 2 മൈക്രോകൂളം ചാർജിനെ പ്ലേസ് ചെയ്തേക്കാണ്. ആ ക്യൂബിക് ഗോസിയൻ സർഫസിന്റെ സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്. What is the net flux through the surface? നമ്മളോട് ചോദിച്ചിരിക്കുന്ന നെറ്റ് ഫ്ലക്സ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഗോസസ് തിയറം വെച്ചിട്ട് നമുക്ക് നെറ്റ് ഫ്ലക്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. മൂന്നാമത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഗോസിയൻ സർഫസ് ഉണ്ട്, ക്യൂബിക്കൽ ഗോസിയൻ സർഫസ് ആണ്, ക്യൂബ് ആണ്. ആ ക്യൂബിന്റെ ഉള്ളില് എന്ത് പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്, 2 മൈക്രോകൂളം ചാർജിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ലെ, 2 മൈക്രോകൂളം ചാർജിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഡിസ്റ്റൻസ് 0.5 സെന്റിമീറ്റർ ആണ്. ഈ ക്യൂബിക്കൽ ബോക്സിന്റെ സൈഡ് എന്ന് പറയുന്ന 0.5 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് അറിയേണ്ടത് നെറ്റ് ഫ്ലക്സ് ആണ്. ഓക്കെ, നെറ്റ് ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ഏതാണ്, ഫ്ലക്സ് ഫൈ is equal to Q divided by epsilon 0. Q നമുക്കറിയാം 2 മൈക്രോകൂളം തന്നിട്ടുണ്ട്. അപ്പൊ 2 into 10 raised to minus 6 divided by epsilon 0യുടെ വാല്യൂ നമുക്കറിയാലോ, 8.85 into 10 raised to minus 12. ഓക്കെ, ഇനി ഇത് ചെയ്യാനായിട്ട് നമുക്ക് കാൽക്കുലേറ്റർ വെച്ച് ചെയ്യാവുന്നതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു 4π മേളിലും താഴെയും കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങ് പോക്കോളും. ഓക്കെ, അങ്ങനെയും ചെയ്യാം. 4π മേളിലും താഴെയും കൊടുത്തു കഴിഞ്ഞാൽ 4π epsilon 0 വരെ 9 into 10 raised to 9, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ കാണുള്ളൂ. അപ്പൊ ഇപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇതിന് നമുക്ക് 2 into 10 raised to minus 6 divided by 8.85 നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് 9 ആയിട്ട് എടുക്കാം. 9 into 10 raised to minus 12. ഓക്കെ, ക്യാൻസൽ ചെയ്യാം. 10 raised to minus 6 എന്ന് എഴുതാം. 2 ക്യാൻസൽ ചെയ്ത് എത്ര ടൈംസ് വരും അല്ലെ, 4.5 വന്നു. അപ്രോക്സിമേറ്റഡ് ടു 5 ആയിട്ട് എടുത്താലും കുഴപ്പമില്ല. അപ്പൊ എത്ര വരും, 0.2 into 10 raised to 6 എന്ന് വരും. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി നമുക്ക് എങ്ങനെ എഴുതാം, 2 into 10 raised to 5. ഓക്കെ, കാൽക്കുലേറ്റർ വെച്ച് ചെയ്യാവുന്നതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 2 into 10 raised to 5 അത്രയും എത്രയാണ്, ഫ്ലക്സ് ആണ്. ഇപ്പൊ ഫ്ലക്സിന്റെ യൂണിറ്റ് ഇവിടെ എന്തായിട്ട് എഴുതാം, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ കൂളും. ഓക്കെ, അപ്പൊ അപ്രോക്സിമേറ്റ് റിസൾട്ട് ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്ന ഫ്ലക്സിന്റെ ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്തെടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ഗോസസ് തിയറം ഫ്ലക്സ് ഫൈ is equal to Q by epsilon 0. Why it is safe to be inside a bus than sheltered under a tree during lightning? ലൈറ്റ്നിങ് ഒക്കെ ഉള്ള സമയത്ത് അല്ലെ, നല്ല മിന്നലൊക്കെ ഉള്ള സമയത്ത് ഒരു മരത്തിന്റെ താഴെ നമ്മൾ അഭയം പ്രാപിക്കുന്നതിനേക്കാൾ നല്ലത് ഏതാണ്, ഒരു ബസിന്റെ ഉള്ളിലിരിക്കുമ്പോഴാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാം, അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യനും. സപ്പോസ് ദാറ്റ് യു ആർ ഇൻ എ കേവ് ഡീപ് വിത്തിൻ ദ എർത്ത്, ആർ യു സേഫ് ഫ്രം തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്? വൈ? ഓക്കെ, നമ്മള് എന്തോരം ഡീപ്പ് ഇൻ ടു ദ എർത്ത്, നമ്മൾ എങ്ങനെയായിരിക്കും, ഒരു കേവിന്റെ ഉള്ളിലാണ് അല്ലെ, ഒരു കേവ്, ആ കേവിന്റെ ഉള്ളിലാണ് നമ്മൾ എന്താ പറയാ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സേഫ് ആണോ എന്ന്, തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് ഇടി മിന്നലിൽ നിന്ന് നമ്മൾ സേഫ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ രണ്ടെണ്ണത്തിനും നമുക്ക് ഒരേ ആൻസർ തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ ബസ്സിലായിരിക്കുമ്പോ അല്ലെങ്കിൽ ഒരു കേവിലായിരിക്കുമ്പോ നമ്മൾ എന്തോരം ഒരു മെറ്റൽ ബോഡിയുടെ ഉള്ളിലാണ് അല്ലെ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ഈ മെറ്റൽ ബോഡിയിൽ ക്യൂ ചാർജ് സെന്ററിൽ കൊണ്ടുപോയി വെച്ചാൽ എന്താ സംഭവിക്കുക,
ഒരു ഷെല്ലാണ് അല്ലെ, ബസ് എന്ന് പറയുന്ന ഒരു ഷെല്ലാണ്, അല്ലെങ്കിൽ ആ കേവ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഒരു ഷെല്ലാണ്. അപ്പൊ ഈ ഷെല്ലായിരിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ചാർജ് വന്നിട്ടുണ്ടെങ്കിൽ ആ ചാർജ് എന്ത് ചെയ്യുള്ളൂ, ചാർജ് റിസൈഡ്സ് ഓൺ ഇറ്റ് സർഫസ്, സർഫസിലേക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, സ്പ്രെഡ് ചെയ്യും. അപ്പൊ ഇതിന്റെ ഉള്ളില് അല്ലെ, ഇതിന്റെ ഉള്ളിലേക്ക് ചാർജ് വരുമോ, ചാർജ് വരില്ല. ഇത് മെറ്റാലിക് ബോഡി ആയതുകൊണ്ട് എന്ത് ചെയ്യും, സർഫസിൽ മാത്രമേ ചാർജ് അക്യുമുലേറ്റ് ചെയ്യുള്ളൂ. ഇതിന്റെ ഉള്ളിൽ അപ്പൊ നമ്മൾ എന്തായിരിക്കും, സേഫ് ആയിരിക്കും. ഓക്കെ, അപ്പോ ഇത് രണ്ടിലും അങ്ങനെയാണ്. ഈ എഫക്റ്റിന് നമ്മൾ പറയുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്നാണ്. ഓക്കെ, അപ്പൊ ബസ് ആണെങ്കിലും ബസിന്റെ ആ ബോഡി ആണെങ്കിലും ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡ് ആണ്. അപ്പൊ നമ്മളെ അത് എന്ത് ചെയ്തോളും, പ്രൊട്ടക്ട് ചെയ്തോളും. ഇനി ഏതൊരു മെറ്റൽ ആണെങ്കിലും അതിന്റെ എന്ത് ചെയ്യാണ്, ഉള്ളിലാണ് നമ്മളെങ്കിൽ എന്തായിരിക്കും, ഇപ്പൊ കാറിന്റെ ഉള്ളിലാണെങ്കിലും സേഫ് ആണ്. അപ്പൊ അങ്ങനെ. പക്ഷെ എന്തോരും പുറത്തിറങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ, ലൈറ്റിംഗ് അയക്കാനുള്ള, അല്ലെങ്കിൽ മരത്തിന്റെ അടിയിലായിരിക്കുമ്പോഴും നമുക്ക് എന്തുവരും, മരത്തിന്റെ അടിയിലായിരിക്കുമ്പോഴൊക്കെ നമുക്ക് ലൈറ്റിംഗ് അയക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ മെറ്റൽ കേബിൾ ആണെങ്കിൽ ഇപ്പൊ ലൈറ്റിംഗ് ഉള്ള സമയത്ത് നമ്മൾ ബസ്സിൽ പോവുകയാണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. എന്തുവരും, അതൊരു ഷീൽഡ് ആയിട്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡ് ആയിട്ട് ആക്ട് ചെയ്തോളും. ഓക്കെ, ഐ തിങ്ക് ദീസ് ക്വസ്റ്റ്യൻസ് ആർ ക്ലിയർ ഫോർ യു. If you like this video, please subscribe and enable the bell button. Thank you.